ഞാനേ ഛത്തീസ്ഗഡിലാണേ. ഛത്തീസ്ഗഡിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സിറ്റി ആണെങ്കിൽ, ചെറിയ സിറ്റി ആണെങ്കിൽ, മറ്റു സ്ഥലം കംപ്ലീറ്റ് വില്ലേജ് ആണേ. ഇന്ന് ഞാൻ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാറിയാണുള്ളത്. അതിൻ്റെ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. നിങ്ങൾ ഈ സ്ട്രീറ്റ് കണ്ടോളൂ. നമ്മൾ ഓരോ സ്ഥലം കാണില്ല. ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ കച്ചവടവും, കൊച്ചു കൊച്ചു കച്ചവടവും, അതിലൊത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരും അത് കാണേണ്ടത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ മറ്റൊരു സ്ഥലം, ഓരോ സ്ഥലങ്ങളും ചെറുതായിട്ട് ഡെവലപ്പ് ആവണമെന്ന് എങ്ങനെയാണെന്നും ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നെന്നും നോക്കിയത്. ഇവിടെ പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഡെവലപ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മ്ലാനത കാണാം. ഇവിടേക്ക് നിറച്ച് ഹോട്ടലാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൊലവിളിക്കിച്ച് കളയും റേറ്റൊക്കെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇവിടേക്ക് ഹോട്ടൽ എടുക്കാൻ പറ്റുള്ളൂ. നെറ്റിലൊക്കെ 700-800 എന്നൊക്കെ കാണിക്കും. നമ്മൾ വരുമ്പോഴത്തേക്ക് 3000-4000 ഒക്കെ ചോദിക്കും. അവസാനം നന്നായിട്ടൊന്ന് ബാർഗെയിൻ ചെയ്ത് ഒരു 1000-1250 രൂപയ്ക്ക് ഡബിൾ എ സി റൂം കിട്ടും. ഞാനൊരു ഡബിൾ എ സി റൂമാണ് എടുത്തിരിക്കുന്നത്. അവർ 3800 രൂപ ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. 1000 പറഞ്ഞു. അവസാനം 1250ക്ക് എ സി റൂം എടുത്തു 1 ഡേക്ക്. പക്ഷെ ഇവിടുത്തെ സാധാരണ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ. നല്ലൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഞാൻ വന്ന കാര്യം ഓഫീസിൽ പോയി, അവിടെ മീറ്റിംഗ് കഴിഞ്ഞു, തിരിച്ച് ഒരു ഓട്ടോ അറേഞ്ച്മെൻറ്റ് ചെയ്തു. വലിയ റേറ്റൊന്നുമല്ല, അവർ മാന്യമായ ഡീലിങ്സൊക്കെ തന്നെയാണ്. 100 രൂപയാണ് പറഞ്ഞത്. പിന്നെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും ടിപ്പ് കൂടെ ചോദിച്ചത് കൊണ്ട് ഒരു 50 രൂപ കൊടുത്തു, 150 രൂപ കൊടുത്തു, 50 രൂപ ടിപ്പുമായിട്ട്. അതൊക്കെ നമ്മുടെ മര്യാദ കണ്ടോ. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് കാണുന്ന കൊച്ചു കൊച്ചു കടകളും ഒരു സ്ട്രീറ്റിനകം. ഇത് ഛത്തീസ്ഗഡിലെ മെയിൻ മാർക്കറ്റ് കജേരി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഞാൻ ഈ പോകുന്നത്. കുഞ്ഞു കുഞ്ഞു തട്ടുകടകളും നമ്മൾ എന്ത് പറയാം, ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഒരു പൊതുവിൽ പറയുന്ന ഡെവലപ്മെൻ്റ് അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഒരു വളരെ പിന്നിൽ തന്നെ എന്ന് പറയാം. സ്ഥലം നോക്കിയത് കജേരി വില്ലേജ് സെക്ടർ ഉണ്ടോ. കജേരി വില്ലേജ് സെക്ടർ 52 സത്യഗ്രാം. പിൻ നമ്പർ 36. അപ്പോൾ സിറ്റിയിൽ നിന്ന് നിങ്ങളറിയാമല്ലോ, സിറ്റിയിൽ നിന്ന് വലിയ വിട്ടിട്ടല്ല പിൻ നമ്പർ 36 എന്ന് പറയുമ്പോൾ. ഞാൻ ആ സ്ഥലത്തൂടെ ഇങ്ങനെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണേ. ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാൻ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, മുൻപ് ഒരു മറ്റൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.